ഇൽമിന് ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ച റബ്ബേ തദ്രീസിന് ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ച റബ്ബേ ദർസ് നടത്താൻ നീ ഭാഗ്യം തരണേ അല്ലാ. ഒരുപാട് ഉഖറവിയായ അരുവികൾ ഞങ്ങൾക്ക് വേണം അല്ലാ. അവരോട് ഞങ്ങൾക്ക് ബന്ധം വേണമല്ലോ. ഞങ്ങളെ ശിഷ്യന്മാരെ കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടണമല്ലോ. ഉസ്താദുമാരെ കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടണമല്ലോ. കൂട്ടുകാരെ കൊണ്ട് രക്ഷപ്പെടണമല്ലോ. പടച്ച റബ്ബേ മാതാപിതാക്കളെ കൊണ്ട് രക്ഷപ്പെടണമല്ലോ. എല്ലാവരോടും ഞങ്ങൾക്ക് ബഹുമാനാദരവ് ഏറ്റിത്തരണേ അല്ലോ. ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലോ. അപകടത്തിലൊന്നും ഞങ്ങളെ ആരെയും പെടുത്തല്ലേ അല്ലോ. മാറാരോഗം തരല്ലേ അല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഈ സദസ്സ് കാരണമാക്കണേ അല്ലോ. യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് യാ أكرم الخلق ما لي من ألوذ به يا أكرم الخلق ما لي من ألوذ به سواك العلولي حديثي العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وإلي ضيق رسول الله جاب النبي الكريم تجلى باسم منتقم بغي بجودك الدنيا وطابتها ومن علومك علم اللوح والقلم يا نفسي لا تقنطي من ذلتي العظمى إن الكبائر في الغفران كالمرمي لعل رحمة ربي حين يقسمها تأتي على حسب القيام بالقسم يا ربي واجعل عدائي غير ملعكس يديك واجعل عتابي غير منقلب والقصد عبدك بالدارين إلا له ربك تدعوه الأهوال يا الهزيم قال بك دائما على النبي بمجمل وملتزم والعلي وصحبه فالتابعين له أهل التقى والتقى والحلم والكرم والحج والسبب البني الصبا وأقرب العزة بالعز بالعظم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم بعد سعيد بين طلحة وأبي وبيتي وابن عوف العسير الكرم لا يصلي وسلم دائما أبدا
واحفظ بها حضرنا واحفظ بها لنا واحفظ بها طلبنا واحفظ بها واحفظ بها واجعل بها كربنا يا واسع الكرب مولاي صل وسلم دائما ابدا حبيبك خير الخلق كلهم بالمصطفى ടെൻഷനൊക്കെ കൂടുമ്പോൾ വലിയ നമുക്കുള്ള വലിയൊരു മരുന്നാണ് ഹബീബായ ഇത് നമ്മൾ മറ്റുള്ളവർ കുഴപ്പമില്ല. നമ്മളുടെ ആളുകളെ നമുക്ക് പ്രതിസന്ധി വന്നു പ്രശ്നത്തിൽപ്പെട്ടാൽ നമുക്കുള്ള വലിയൊരു പരിഹാരമാണ്, ഏറ്റവും വലിയ പരിഹാരം മുഹമ്മദ് മുസ്തഫ പാരസിറ്റാമോൾ പനിക്ക് പരിഹാരമല്ലേ, മഞ്ഞപ്പിത്തത്തിൽ പരിഹാരമാണ് പറയാറില്ലേ. ഞാൻ മഞ്ഞപ്പിത്തത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളാണ്. അതാ ഞാൻ അതെന്നെ പറഞ്ഞത്. ഇപ്പൊ പരിചയപ്പെട്ടാണ് ചെയ്യാറുന്നില്ല. ഇനി മേലിൽ കുടിക്കാൻ ഒറ്റ കുടിയോടെ തീരുമാനിച്ചു അത് നടക്കുകയായിരുന്നില്ല. അതൊക്കെ മഞ്ഞപ്പിത്തത്തിന് പരിഹാരം പാരസിറ്റാമോളിൽ ഒരു ലിറ്ററെങ്കിലും ചെല്ലിക്കണം, ഒരെട്ടെങ്കിലും അത് പനിക്ക് പരിഹാരമാണ്. ഇന്ന് രോഗങ്ങൾക്ക് മരുന്നുകളെ പരിഹാരമായി കാണുന്ന നമുക്ക് അത് അള്ളാഹുവിന്റെ കൃതിയാണ്. ആ മരുന്നുകൾ അത് രോഗശമനത്തിന് അള്ളാഹു കാരണമാക്കിയെങ്കിൽ ലോകത്തെ മുഴുവൻ സംഗതികളുടെയും ലോകമാസകല കാരണങ്ങളാണ്, സകല കാരണങ്ങളും ഒരുമിച്ചുകൂടിയ ലോകസത്യത്തിന്റെ കാരണം മുഹമ്മദ് മുസ്തഫ ലോകത്തെ പടക്കാൻ അത് കാരണമായെങ്കിൽ ഈ ചെറിയ 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 സുഖങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ നിന്ന് കാരണമായി കൂടാ. ഭൗതിക ബുദ്ധിയോടുള്ള സാമാന്യ അതൊരു വലിയ വേഗത്തിൽ സംവാദത്തിന് വേണ്ടിയല്ല. എന്തിനെന്തിന് ഉച്ചയും വെളിയുണ്ടാക്കി സംവാദങ്ങളും ആഹ്വാനങ്ങളും നടത്തി നമ്മുടെ പ്രേമം ഏറ്റവും വലിയ അള്ളാഹു ആദരിയോടെ നമ്മുടെ വിശ്വാസം അതേറ്റവും വലുതാണെന്നതാണ്. അത് സത്യവും അതിലുറക്കുക, അതാണ് സത്യം, അതാണ് സത്യം. എന്നിട്ട് ടെൻഷനൊക്കെ അവിടുത്തെ കാരണമാണ് ഒരു പ്രശ്നമില്ല. പാരസിറ്റാമോളിനൊക്കെ എത്രയോ എന്ന് പറയുന്നതില്ലല്ലോ. അപ്പോ വിശ്വസിച്ചത് സൃഷ്ടിയിൽ കാരണമാണെന്ന് വിശ്വസിച്ചത് ആ പ്രശ്നം നമ്മുടെ വിശ്വാസം മുഴുവൻ സൃഷ്ടിയെ കാരണമാകുന്ന വിശ്വാസമാണ്. മുഴുവൻ ധൈര്യമായി
ലോകത്ത് എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം ഏറ്റവും വലിയ സബബ് മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ വിളിക്കുക, അവിടത്തിലേക്ക് ഓടിച്ചെല്ലുക. ജീവിതകാലത്ത് ആ സ്വഹാബത്ത് ഏത് മേഖലയിലും അവിടത്തേക്ക് ഓടിച്ചെല്ലുന്നവരായി അത് വിശ്വസിക്കുന്ന നമ്മൾ അത് പ്രവർത്തിച്ചിട്ട് വന്നതാണ്. ഞാൻ നിങ്ങളോട് വായിക്കണം. കൂടുതൽ ശ്രദ്ധിക്കാനോ സംസാരിക്കാനോ ഇറങ്ങാനോ പാടില്ല. വിശ്രമം വേണം. ഞാൻ ഇറങ്ങിയത് ഒച്ചുണ്ടാക്കിയതോ ഒക്കെ നിങ്ങൾ കണ്ടു. നിങ്ങൾ ദ്വാരക്കണം. അല്ലാഹു എന്തിനേയും സബബാക്കാം. റെസ്റ്റ് സബബാകുന്നതിനകത്ത് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സബബായി അല്ലാഹു രോഗങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. അവിടുത്തെ കാരണമായ ദുഃഖങ്ങളൊന്നും അകറ്റിത്തരട്ടെ. അവിടുത്തെ കൂടെ അല്ലാഹു സ്വർഗ്ഗത്തിലെ ലഭിച്ചു കൊട്ടട്ടെ. അവിടുത്തെ മുൻപിൽ നമ്മളിലേക്ക് അവിടുത്തെ സാന്നിധ്യം നമ്മുടെ സദസ്സിനുണ്ട് എന്ന് വിശ്വസിക്കുക, അത് ഉറപ്പിക്കുക. അവിടുത്തെ സാന്നിധ്യമുണ്ടെന്ന നിലക്ക് നേരിട്ട് അവിടെ വരുമ്പോൾ മദീനയിൽ ദഫും കയ്യിൽ പിടിച്ച് ഈ ദഫന മട്ടലുകൾ കയ്യിൽ ഉയർത്തിപ്പിടിച്ച് പാട്ടുപാടി ദഫുമുട്ടി സ്വീകരിച്ച സ്വഹാബത്തിന്റെ മാതൃക ഇന്ന് നേരിട്ടല്ലെങ്കിലും അവിടുത്തെ ആത്മീയ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നമുക്ക് ചൊല്ലാം. ആ അൽബദറു അവിടുത്തെ മനസ്സിലുറപ്പിച്ചു ചൊല്ലി അതനുഭവിച്ച് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കങ്ങനെ പിരിഞ്ഞാലും എങ്ങനെ നമ്മൾ എന്ത് വിട്ട് പിരിഞ്ഞാലും മനസ്സൊന്ന് ഇത് പിരിയരുത്. സദസ്സ് പിരിഞ്ഞാലും മുത്തുനബി മുഹമ്മദ് മുസ്തഫ അത് ഖൽബിൽ അങ്ങ് ഉറക്കട്ടെ. ആ പ്രേമം അല്ലാഹു ഏറ്റിത്തരട്ടെ. അതനുഭവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതനുഭവിച്ചാണ് ലോകത്തിലെ എല്ലാ മുഅ്മിനീങ്ങളും ജീവിച്ചു പോയത്. നമുക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ അതിന് പറ്റിയവരാക്കട്ടെ. പാവങ്ങളെ തീർത്തു തരട്ടെ. നല്ലതിനോടൊക്കെ വിട്ടം വെച്ച് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുത്തുനബിയെ കണ്ടാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. അല്ലാഹു കാട്ടിത്തരട്ടെ. അല്ലാഹു കാട്ടിത്തരട്ടെ. അല്ലാഹു കാട്ടിത്തരട്ടെ. എല്ലാവരും ആ മനസാന്നിധ്യത്തോടെ അൽബദർ ചൊല്ലി നമുക്ക് തിരിയാം. എല്ലാവരും ഉറക്കെ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്
الفقير فيك قد أحسنت ظني يا بشير يا نذير يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم على جميع الأنبياء والمرسلين الحمد لله رب العالمين. നമ്മുടെ ഈ സദസ്സിൽ നമ്മൾ ഈ ഭാഗത്തിൽ കുട്ടികൾ ഉസ്താദുമാർ സീതന്മാർ ഉസ്താദുമാർ ഉസ്താദ് ഒക്കെ നേതൃത്വത്തിലായി കുട്ടികൾ കുറച്ച് നടന്നും ഒക്കെ പ്രയാസപ്പെട്ട് സംഘടിപ്പിച്ച ഒരു സദസ്സാണ് ചെമ്മാട് നടക്കുന്ന എളിയ ആദർശിന്റെ വാർഷിക 5ാം വാർഷികത്തിന്റെ പ്രചരണ പരിപാടികളുടെ ഒരു ഭാഗവും കൂടിയായിട്ടാണ് ഈ മജ്‌ലിസ് ഇവിടെ സ്ഥാപിച്ചത്. ചെമ്മാട് 5 വർഷം തികയുന്ന ദർസിന്റെ വാർഷിക പരിപാടി വിപുലമായി നടത്താനുള്ള ഒരു തീരുമാനം നിങ്ങൾ അറിയിക്കുകയാണ്. അതിന്റെ ഭാഗമായി ബഹുമുഖ പദ്ധതികളൊക്കെ തീരുമാനങ്ങളിലുണ്ട്. അതൊക്കെ നടക്കണം. അല്ലാഹു ഒക്കെ വിജയിപ്പിക്കട്ടെ. ദർസ് പാവപ്പെട്ട 5 ഭവനമില്ലാത്ത വളരെ പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 5 വീട് പണിത് അവർക്ക് താമസിപ്പിക്കുന്ന ഒരു ചെറിയ 5ാം വർഷത്തിൽ 5 വീട് പണിയുന്ന ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിരിവുകളൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങൾ അതിലേക്ക് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ സദസ്സിൽ വീടിന് വേണ്ടിയല്ല ഇത് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, നമുക്കൊക്കെ വീടുണ്ട്. നമ്മളതിൽ നിന്ന് മുറിച്ച് ഒരു കഷ്ണം വീടില്ലാത്തവർക്ക് കൊടുത്ത് നാളെ ഒരു വീട് വാങ്ങണം. അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് തരട്ടെ. ഇവിടത്തെ വീട് നശിക്കും, ഉറപ്പ്. ആ നശിക്കാത്ത ലോകത്ത് വീടുണ്ടാക്കണം. അപ്പോൾ പാവങ്ങൾ നമ്മൾ വല്ലാതെ പരിഗണിക്കണം. പാവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ പാവങ്ങൾ. ഇപ്പൊ ഇവിടെയുള്ള നമ്മളെക്കാളൊക്കെ പാവങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് പാവങ്ങൾ ഞാൻ തന്നെ ഒരു പാവല്ലേ ഉസ്താദേ, അല്ല, നിന്നെക്കാൾ പാവമുണ്ട്. അതിനെ കണ്ടിട്ട് തയ്യാറാവണം. അപ്പോഴാണ് നിനക്ക് നിന്റെ റബ്ബിനെ തിരിച്ചറിയാൻ കഴിയും. അനുഗ്രഹം നമുക്ക് ബോധ്യപ്പെടുന്നത് അതില്ലാത്തവനെ കാണുമ്പോഴാണ്. അതുകൊണ്ട് അവരെ കാണാൻ കണ്ണ് നമുക്ക് വേണം. 2 കൈയില്ലാത്തവനെ നോക്കിയാൽ ഒരു കൈ നഷ്ടപ്പെട്ടവൻ ദുഃഖിക്കേണ്ടത്. അപ്പോൾ അവനക്ക് ദുഃഖം പോകും. 2 കാലും നഷ്ടപ്പെട്ടവനെ കണ്ടാൽ ഒരു കാലം നഷ്ടപ്പെട്ടവൻ ആലോചിക്കേണ്ടത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പലതും ഭൂമിയിൽ ചെയ്യാനുണ്ട്. നമുക്ക് കണ്ണ് തന്നത് കണ്ണില്ലാത്തവന്റെ കൈ പിടിക്കാനാവട്ടെ. നമുക്ക് കൈ തന്നത് കൈയില്ലാത്തവർക്ക് വാരി കൊടുക്കാനാവട്ടെ. നമുക്ക് കാല് തന്നത് കാലില്ലാത്തവരെ എടുത്തു കൊണ്ടുപോകാനാവട്ടെ. നമുക്ക് സ്ഥലം സ്ഥലമില്ലാത്തവർക്ക് വീടില്ലാത്തവർക്ക് മുറിച്ചു കൊടുത്തു അവരെ താമസിപ്പിക്കാനാവട്ടെ. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ പാവങ്ങളെ സ്നേഹിച്ചവൻ നാളെ സ്വർഗ്ഗത്തിൽ അവരോട് കൂടെ ലഭിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സാധുക്കൾ എവിടെയുള്ളത് അവിടെ ഞാൻ ഉണ്ടാകും. മുഹമ്മദ് മുസ്തഫ. പാവങ്ങൾ അവിടെ ഞാൻ ഉണ്ടാകും. മുഹമ്മദ് മുസ്തഫ. പാവങ്ങൾക്ക് അത് മതി, ഇനിയൊന്നും വേണ്ട, ഇനിയൊന്നും വേണ്ട. അവരെ സ്നേഹിക്കണം. നമ്മൾ വല്ലാതെ സ്നേഹിക്കണം. അവർക്ക് കൊടുക്കണം. സ്വഹാബത്ത് വലിയ വലിയ മുതലാളിമാർ പാവങ്ങളായതാ കൊടുത്തിട്ട് പാവങ്ങളാകോളം കൊടുത്തു. എന്നിട്ട് പച്ചപ്പാവമായി അഥവാ ഫഖീറായി ലോകത്തോട് ഇവിടെ പറഞ്ഞു.
വലിയ സമ്പത്തോടെ കൂടെ മുത്തുനബിയെ പരിചയപ്പെട്ടു. ഇസ്ലാമിലേക്ക് വന്നപ്പോൾ വലിയ തോട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ യാത്രക്ക് മുമ്പ് എല്ലാം കൊടുത്ത് നമ്മൾ പാവങ്ങളെ സ്നേഹിക്കും. പക്ഷെ നാം ആരും പാവമാവാൻ ഇഷ്ടപ്പെടാറില്ല. നമുക്ക് പാവമാകേണ്ടി വരുമോ എന്ന ദുഃഖമാണ്. പാവങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ പാവാവോ ഇങ്ങനെ ആലോചിച്ച് 5 റുപ്യ അല്ലാഹു നമ്മുടെ കൽബ് സമ്പത്തിനോട് ബന്ധമില്ലാത്തതാക്കട്ടെ. അവരൊക്കെ കൊടുക്കുകയായിരുന്നു. ആ കൊടുക്കുന്നതിൽ അവരുടെ തലയും കയ്യും കാലും കണ്ടു. എല്ലാം അവർ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതാണ് ആത്മാർത്ഥത. അല്ലാഹു അത് നമുക്ക് തരട്ടെ. ഈ സദസ്സിൽ നിങ്ങൾ കേട്ടവർ തീരുമാനിക്കും ആ സംരംഭത്തിലേക്ക് ഇൻഷാ അല്ലാഹ് എന്റെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു 10 ഏക്കർ അതല്ലെങ്കിൽ ഒരു 10 സെന്റ് അത് വിറ്റാൽ എത്ര ക്യാഷ് കിട്ടും? അതിൽ ഒരു വീട്, ഒരു കുട്ടിക്കുള്ള ഒരു വീട് ഞാൻ എടുത്തു കൊടുക്കും. 10 ലക്ഷം. അതിൽ നിന്ന് ഞാൻ അതിന് മാറ്റി വെക്കും എന്നാൽ തീരുമാനിക്കണം. നാളേക്ക് വേണ്ടി ഇത് സദസ്സാണ്. ഒരു വീടിന്റെ മുഴുവൻ വിഷയവും എന്റെ വീട് നിൽക്കുന്ന സ്ഥലം 25 സെന്റാണ്. 5 സെന്റ് എനിക്ക് വിൽക്കാം, 20 സെന്റിൽ എനിക്ക് താമസിക്കാം. എന്നാൽ ഒരു കുടുംബത്തിന് 5 സെന്റും വീടും വാങ്ങി കൊടുക്കാൻ എനിക്ക് കഴിയും. ആ 5 ഞാൻ വിൽക്കും. ഞാനൊരു കുടുംബത്തെ താമസിപ്പിക്കും. എന്നിട്ട് എന്റെ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും എന്ന് തീരുമാനിക്കണം. ഒരു സംശയവും വേണ്ട. അതിലേക്ക് ആരെങ്കിലും ഹൃദയം കൊണ്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നു. നമ്മുടെ ദർസിന്റെ ഈ പരിപാടി വലിയ സംഭവമായിട്ട് നടത്തി. മഴ പെയ്തപ്പോൾ ഞാൻ മണ്ടിയെന്ന് പറഞ്ഞു. കുട്ടികൾ പന്തലൊക്കെ റെഡിയാക്കിയിട്ട് മഴ പെയ്തില്ലെങ്കിൽ അവർക്ക് ടെൻഷനാവും. പഠിച്ചവനെ പന്തല് കെട്ടലിരുന്നില്ല, പൈസ വെറുതെ പോയി എന്ന് അവർക്ക് തോന്നും. മഴ പെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ഉള്ളവർ ആ മറ്റത്തിന് ഇവിടെ ഉള്ളിൽ കുത്തിരുന്നോളൂ. പിന്നെ മഴ പെയ്യുമ്പോൾ വന്നോര് പോകൂല, ചിലവര് വരൂല, അത് വേറെ വിഷയം. എന്നാലും വന്നോര് കുടുങ്ങിയിട്ട് മഴാണ്ട് കഴിഞ്ഞിട്ടെങ്കിലും ഇരിക്കും. എന്തായാലും നാളേക്ക് അത് ക്ലിയറാണ്. അപ്പൊ നമ്മളെ കുട്ടികൾ പ്രയാസപ്പെട്ട് കെട്ടി ഈ ട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ പിന്നിൽ നിങ്ങളുടെ സഹായം ഉണ്ടെന്ന് പ്രതിഷ്ഠയാണ്. എന്നാലും ഈ സദസ്സിൽ വെച്ച് നമ്മളൊരു തുക അതിലേക്ക് തീരുമാനിക്കും. അത് ഇപ്പൊ വേണം മുതലാളിമാരായ അത് നിങ്ങൾ ചെയ്യണം. അത് ദർസിന്റെ ഫണ്ടിലേക്ക് 160ഓളം കുട്ടികൾ ഇപ്പൊ അവിടെ ദർസിൽ പഠിക്കുന്നുണ്ട്. അതിലെല്ലാം നാട്ടുകാരുണ്ട്. കർണാടക സ്റ്റേറ്റിലുള്ളവരുണ്ട്, തിരുവനന്തപുരത്തുള്ളവരുണ്ട്, ദ്വീപുകളുണ്ട്. എല്ലാ നാട്ടുകാരും അതിനകത്ത് പഠിക്കുന്നവരുണ്ട്. ചെറിയ കുട്ടികളുണ്ട്, വലിയ ആൾക്കാരുണ്ട്, ചെറിയ കുട്ടികൾ ഉള്ളവരുണ്ട്. കല്യാണം കഴിഞ്ഞാൽ 2 കുട്ടികൾക്ക് ഇപ്പൊ 2 ദർസിലെ കുട്ടികൾക്ക് ഇപ്പൊ 2 കുട്ടികൾ പഠിച്ചാലും ഒരാളത്തിന്റെ പേര് എന്താണ് അഹ്മദ് ഷൗക്കി ഷാദുരി, മുഹമ്മദ് ബഖ്തിയാർ ഷാദുരി. അങ്ങനെ 2 കുട്ടികളെ ജന്മം നൽകിയ പിതാക്കളും ഈ കുട്ടികളുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ പറഞ്ഞത് 100 വയസ്സാകുമ്പോഴാണ് ഓടിക്കോളി പള്ളിക്കോളി 98 തോന്നിയത് ഇറങ്ങി ഓടിക്കോളി. അപ്പൊ ഓടിക്കോളി ഭാഷ പറയുന്നത് മരിക്കാൻ അടുത്തൊരു സഹാബിയോട് മുത്തനബി പറഞ്ഞത്. ഇനി ഏറ്റവും നല്ല എന്താ നബിയെ എന്ന് ചോദിച്ചപ്പോൾ സുബാഹി പറഞ്ഞു, ഇനിയിപ്പോ മരിക്കാൻ അടുത്തില്ല, ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇങ്ങനെ എവിടെ ദർസ് നടക്കണം, ഇൽമിന്റെ സദസ്സുള്ളത് അവിടെ ഇൽമ പഠിപ്പിക്കുന്ന ദർസ് നടക്കുന്ന സ്ഥലത്ത് അവിടെ എന്നിട്ട് പിന്നെ അങ്ങനെ നടന്നതിലൂടെ അവിടെ ഇരുന്നു. അപ്പൊ അത് വേജാറില്ല. അള്ളാഹു ഇറങ്ങിയത് നമുക്ക് ലക്ഷ്യം അള്ളാഹു നന്നാക്കി അത് പൂവണിയിട്ടെ. അവർക്കൊക്കെ മുഹറിയായ സദസ്സുള്ളത് കൊണ്ട് ലാസ്റ്റ് ഒരു പിരിവൊക്കെ നടത്തും. എനിക്ക് ഈ പിരിവിന്റെ അങ്ങനെ ആ രൂപം എനിക്കില്ല, സദസ്സ് അങ്ങനെ ശ്രമിക്കില്ല. അപ്പൊ കുട്ടികൾ അങ്ങനെ ഉദ്ദേശം പിരിവ് ഉദ്ദേശം അതേതായാലും നിങ്ങൾ കയ്യിൽ കൊണ്ട് നിങ്ങളെ കയ്യിൽ ഇവിടെ എത്തിച്ചേരും. നിങ്ങൾ ചെയ്ത് തുടങ്ങി നേതൃത്വം മുഴുവൻ ചെയ്തവരാണ്. അതുപോലെ കൈയൊന്ന് പിടിക്കുകയും ചെയ്യാം. അതൊരു തറക്കത്താണ്. സദസ്സിന്റെ പഴയകാല പാരമ്പര്യവും അതൊക്കെ ഒരു വലിയ സംഗതിയാണ്. എല്ലാവരും എടുത്തു വന്നു. തങ്ങളൊന്നും അപ്പൊ തങ്ങളെ കൈപിടിച്ച് നിങ്ങൾക്ക് പോകാം. കൂട്ടത്തിൽ ഒരു സംഭാവന കയ്യിൽ വെക്കുകയും ചെയ്യാം. നല്ലതാണ്. സ്വതക്കയാണ് നാളെ വലിയ ഉപകാരമാണ്.
പിന്നെ അപകടം അതിൽ നിന്ന് നമുക്ക് കഴിച്ചിലായി കിട്ടില്ല. വലിയ അപകടം കഴിച്ചിലാവും. ഒരു അപകടം വന്ന് കയ്യും കാലും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ഓപ്പറേഷനും മറ്റേതും മറിച്ചതൊക്കെ വരിക. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ പിന്നെ പൈസ നോക്കാതെ കുട്ടീനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എത്ര പൈസ ചിലവാകും. അപ്പൊ നമ്മൾ ഇത്തരം സ്വതക്കുകളിൽ ഇത്തരം സദസ്സുകളിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ വലിയ വലിയ അപകടത്തിൽ നമ്മൾ രക്ഷപ്പെടും. എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് ആസ്വദിക്കണം. അതിൽ നമ്മൾ പങ്കാളികളാണ്. എല്ലാവരും അതിൽ സംബന്ധിക്കണം. അള്ളാഹു അതിന്റെ ബർക്കത്ത് നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റി നമ്മുടെ ദുഃഖങ്ങളൊക്കെ അള്ളാഹു തീർത്തു അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി. അസുഖം അള്ളാഹു മാറ്റിത്തരാം. വിഷമങ്ങൾ അള്ളാഹു നീക്കിത്തരാം. കടങ്ങൾ അള്ളാഹു വെട്ടിത്തരാം. ഒരു വിഷമത്തിൽ അള്ളാഹു പെടുത്താതിരിക്കണം. മജ്‌ലിസ് നല്ലൊരു മജ്‌ലിസാണ്. മറ്റൊരു ലക്ഷ്യവും കുട്ടികൾക്ക് സംഘടിപ്പിച്ചവർക്കുണ്ട്. നമുക്കില്ല, കേട്ടവർക്കില്ല. അള്ളാഹുവിനെ ലക്ഷ്യം വെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് നമ്മൾ ചെയ്ത ഈ സദസ്സ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ സദസ്സിലേക്ക് നമ്മൾ ചെയ്യുന്നതിന്റെ ബർക്കത്ത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരട്ടെ. പിന്നെ ആ വീടിന്റെ വിഷയം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. മറ്റൊരു സദസ്സിൽ ഞാനിത് പറഞ്ഞപ്പോൾ പലവരും പ്ലാൻ ചെയ്ത് എന്റെ അടുക്കൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിഷമിച്ച രംഗം വരെയുണ്ട്. വളരെ പാവപ്പെട്ട വീട്ടുകാർ എന്നോടൊന്ന് പറഞ്ഞു, ഉസ്താദേ, ആ വീടിന്റെ വിഷയത്തിൽ ഒരു സംഖ്യ ഞാൻ തരാൻ തയ്യാറാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വലിയ ബിസിനസ്സും കാര്യമൊന്നുമില്ലല്ലോ, അതൊന്നും എനിക്ക് വേണ്ട. ഞാൻ ആ പാവപ്പെട്ടവരുടെ കഥ കേട്ടപ്പോ എനിക്ക് വേദനയായി. ഞാനൊരു കഷ്ണം എന്റെ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി തരാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞ സാധുക്കളുണ്ട്. അള്ളാഹു അവർക്ക് സ്വർഗം നൽകട്ടെ. അള്ളാഹു നമ്മുടെ വിഷമങ്ങളെ രക്ഷിക്കട്ടെ. ദുഃഖങ്ങളിൽ അള്ളാഹു നമ്മളെ കരകയറ്റട്ടെ. പടച്ചവർ മക്കളെ ഉഖ്റവിയായ അലീമീങ്ങളാക്കട്ടെ. ഉഖ്റവിയായ അലീമീങ്ങളെ അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു ഈ ലോകത്തിൽ നിലനിർത്തട്ടെ. അള്ളാഹു നിലനിർത്തി മുഴുവനും ബറക്കത്ത് ചെയ്യട്ടെ. മുഴുവനും അലീമീങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാ ഇൽമ പഠിക്കുന്നവരെ ബറക്കത്തും അള്ളാഹു നമുക്ക് തരട്ടെ. നമ്മുടെ ഇൽമിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഉഖ്റവിയായ അലീമീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. എല്ലാവരും ദ്വാരക്കണം. കേരളക്കാരെന്ന് പറഞ്ഞാൽ കേരളക്കാരെ വകയാണെന്നാണ് പറയുന്നത്. അല്ലാഹു അവരെ സ്വർഗത്തിന്റെ അധികാരാക്കട്ടെ. ഏത് നാട്ടിൽ കേരളക്കാരെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു. അല്ലാഹു സ്വർഗക്കാരാക്കട്ടെ. കേരള സൂത്രമാക്കുന്ന പേരാണ് കേരള എന്ന് പേരിട്ടത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവിനെ അറിയാൻ അതൊക്കെ അള്ളാഹു കാരണമാക്കട്ടെ. അതിന് അള്ളാഹു നല്ല സമ്പത്ത് കൊടുക്കട്ടെ. ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ അള്ളാഹു അവർക്ക് നല്ല സമ്പത്ത് കൊടുക്കട്ടെ. പടച്ചറബിൽ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു റാഹത്തിലാക്കട്ടെ. അള്ളാഹു റാഹത്തിലാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. എല്ലാവരും ദ്വാരക്കുമ്പോൾ എന്നെ കൂട്ടണം. ഞാൻ രോഗിയാണെന്ന് പറഞ്ഞല്ലോ. അള്ളാഹു ശിഫയാക്കട്ടെ. എല്ലാവരും الله 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 طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع شهنشاه مدينة الصلاة والسلام شهنشاه شهنشاه مدينة الصلاة والسلام زينة عرش معلى الصلاة والسلام زينة عرش معلى الصلاة والسلام الله الله Allah